നമുക്കറിയാം, പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ വരുന്നതിന്റെ മുമ്പ് CAA നടപ്പാക്കുമെന്ന് നമ്മുടെ ആഭ്യന്തര മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ വന്നെങ്കിൽ ഉത്തരാഖണ്ഡിലൂടെ യൂണിഫോം സിവിൽ കോഡ് അഥവാ UCC നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞു എങ്കിൽ ഇത് ഇന്ത്യയൊട്ടാകെ നടപ്പാക്കണം എന്ന വാദത്തിന് ശക്തി കൂടുന്നു എങ്കിൽ ശ്രീരാമന് വേണ്ടിയുള്ള ക്ഷേത്രം അത് പള്ളി പൊളിച്ചുകൊണ്ട് അയോധ്യയിലാണെങ്കിൽ ബനാറസിലെ ഗ്യാൻവാബിയിലാകണം ശിവന് വേണ്ടി പള്ളി പൊളിച്ചിട്ടുണ്ടാകുന്ന ക്ഷേത്രം എന്ന നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ, ഒന്നുകൂടി പറയട്ടെ, കാശിയിലേക്ക് പോയിട്ട് അവിടെ വേണം ശ്രീകൃഷ്ണന് വേണ്ടി ക്ഷേത്രമുണ്ടാക്കേണ്ടത് എന്നുള്ള നിർബന്ധം ഈ രാജ്യത്തെ കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അതിൽ സ്വാധീനം ചെലുത്തുന്നതോ ആയ വലിയൊരു കൂട്ടം ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ ന്യൂനപക്ഷം തീർച്ചയായിട്ടും വളരെയധികം ഭീതിയിലാണ്. തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത്, നമ്മൾ രാഷ്ട്രീയമായി സംഘടിക്കുന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ മൊത്തത്തിൽ തള്ളിക്കളയുന്നവരോ രാഷ്ട്രീയക്കാരെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ല. ഇവിടെ BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും മറ്റു പാർട്ടികൾ ഭരിച്ചാലും NDA ഭരിച്ചാലും അതല്ല UPA ഭരിച്ചാലും ഇനി മഹാഗഠബന്ധൻ ഭരിച്ചാലും ഇന്ത്യ മുന്നണി തന്നെ ഭരിച്ചാലും ഭാരത് എന്ന പേര് മാത്രം പറയുന്നവർ, ഇന്ത്യ എന്ന് പറയാൻ തയ്യാറാകാത്തവർ ഭരിച്ചാലും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ആര് ഭരിച്ചോളൂ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യ മേരാ ഭാരത് മഹാൻ, മേരാ ഭാരത് മഹാൻ എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യം ഈ ലോകാവസാനം വരെ അത് മഹത്തരമായ രാജ്യമായി നിലനിൽക്കണം. ഈ രാജ്യത്തിന്റെ മഹത്വം നിലകൊള്ളുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആശയത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞത്, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും മുന്തിയ രാജ്യം ഞങ്ങളുടെ ഇന്ത്യ രാജ്യമാണ് എന്ന് പറഞ്ഞത് മറ്റ് ജാതിക്കാരോ മതക്കാരോ അല്ല, പ്രിയപ്പെട്ടവരെ, അല്ലാമ ഇക്ബാലാണ്. അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്, ഇന്ത്യ എന്താകണം എന്ന് പറഞ്ഞത്, where the mind is without fear, where the head is held high, where the knowledge is free, where the words are come out from the depths of truth, where the world has not broken up into fragments with a narrow domestic wall. ജാതിയുടെ, മതത്തിന്റെ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ, വർഗത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിൽ കുത്തിക്കീളപ്പെടുന്ന, ശിഥിലമാക്കപ്പെടുന്ന ഒരു രാജ്യമായി മാറാതിരിക്കാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട്, സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരോട്, പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട്, പ്രതിപക്ഷത്തിരിക്കുന്നവരോട്, ഭരണപക്ഷത്തോട് ഇരിക്കുന്നവരോട്, ഞങ്ങളോട് ആശയപരമായി യോജിപ്പുള്ളവരോട് അല്ലാത്തവരോട് എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തിന്റെ ഐശ്വര്യം നിലകൊള്ളുന്നത് ഇതിന്റെ ഭരണഘടനയിലാണ്. ആ ഭരണഘടനക്ക് പോറലേൽക്കുന്ന, അതിനെ പ്രഹരമേൽപ്പിക്കുന്ന, അതിന് ക്ഷതം വരുന്ന ഒരു കാര്യവും ഞങ്ങൾക്ക് സമ്മതിക്കാനോ സഹിക്കാനോ അംഗീകരിക്കാനോ സാധ്യമല്ല. അത്തരം നീക്കങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ഉണ്ടാകുന്ന പക്ഷം ഞങ്ങൾക്ക് അത്തരം നീക്കങ്ങളെ എതിർക്കേണ്ടി വരും. ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷത്തിന്റെയും ഈ ഇന്ത്യ രാജ്യത്തെ എല്ലാവരുടെയും എല്ലാവിധ ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നവരാകണം രാജ്യം ഭരിക്കേണ്ടത്. രാജ്യം ഭരിക്കുന്നവർക്ക് അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.